ഞാൻ ഒന്നുകൂടെ സ്വാഗതം പറയുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് മുന്തിരിയും പിന്നെ ഈർക്കിലും കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. ഞാനിത് പേരൊന്നും എനിക്കറിയില്ല. എനിക്കൊരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ തന്നെ എൻ്റെ ഒരു ബുദ്ധി കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോ ഇട്ട് കണക്ക് ഇതൊരു കുഞ്ഞു വീഡിയോയാണ്. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് മുന്തിരിയാണ്. അപ്പം ഞാൻ കറുത്ത മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുന്തിരി എടുക്കാം. ഇതിൽ കുറച്ചേ ഉള്ളൂ. നിങ്ങളതിൽ എത്രമാത്രം മുന്തിരി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര എടുക്കാം. ഇതിന് ശേഷം നമുക്ക് ഈർക്കിലാണ് വേണ്ടത്. ഞാൻ 3 എടുത്തിട്ടുള്ളൂ. ഇത് നമുക്ക് തികഞ്ഞില്ലെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ എടുക്കും. നല്ല ഫ്രഷ് ഈർക്കിലാണ്. കാരണം നമ്മളെ വീട്ടിലെ ഓലയിൽ നിന്ന് നമ്മൾ ഓടിച്ചെടുത്ത് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുക. നല്ല ഫ്രഷാണ്. അപ്പോൾ നമ്മളെ ഈർക്കിലും ഈ മുന്തിരിയും നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇതങ്ങൊന്ന് മാറ്റി വെക്കണം. അതിന് ശേഷം ഇതേപോലത്തെ ഒരു പ്ലേറ്റ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മുടെ ഈ മുന്തിരി നടുക്കൂടെ ഇങ്ങനെ 2ആയിട്ട് മുറിച്ച് നമ്മൾ എടുത്തു വെച്ചിരുന്ന പാത്രത്തിലോട്ട് ഇടണം. നമ്മൾ മുഴുവൻ അരിയണം. അപ്പം ഞാൻ ഇത് ബാക്കിയും കൂടെ അരിഞ്ഞിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു. നമ്മൾ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇപ്പം വിചാരിക്കും വീഡിയോ നേരത്തെ ഞാൻ കാട്ടി കുറച്ച് അധികം കൊണ്ടുപോകുന്നു. അല്ല, നേരത്തെ വീഡിയോ കാണിച്ച അത്രയും തന്നെയാണ് ഇതിനകത്തുള്ളത്. പക്ഷെ നമ്മൾ 2ആയിട്ട് മുറിച്ചപ്പോൾ കുറച്ച് കൂടുതൽ പോലെ തോന്നുന്നേ ഉള്ളൂ. എന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടി നന്നായിട്ട് കഴുകി വെക്കണം. കാരണം ഇതിനകത്ത് വല്ല അഴുക്കും എല്ലാം പിച്ചാക്കിന് അങ്ങനെ വല്ല അല്ല. അപ്പം നമുക്ക് വയറിലും ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ ഒന്നും കൂടെ കഴുകുന്നത്. അപ്പോൾ നമ്മൾ 2-3 പ്രാവശ്യം നന്നായിട്ട് ഇതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. നമ്മൾ പണി നേരത്തെ കഴുകി വെച്ചിരുന്ന ഈർക്കിലൊരെണ്ണെടുത്ത് ഓരോന്നായിട്ട് കുത്തി വയ്ക്കണേ. ഇവിടെ ശകലം ഗ്യാപ്പ് വിട്ടിട്ട് വേണം, അല്ലെങ്കിൽ എല്ലാം കൂടെ ഇറുകി ഇതാവും, പുറത്തോട്ടൊക്കെ തള്ളി വരും. അതുപോലെ തന്നെ മറ്റ് ഓരോന്ന് വയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് സ്ഥലം വിട്ടാണ് വയ്ക്കുന്നത്. ഇത് കറുത്ത മുന്തിരിയാണ് കൂടുതലും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പർപ്പിൾ കളർ മുന്തിരി ഇവിടെ വരുന്നുണ്ട്. ഓരോന്നിനും 4-3 വെച്ചേ കയറ്റുന്നുള്ളൂ. കാരണം മറ്റെല്ലാം കൂടെ ഇറുതി പോകും. ഇങ്ങനെ അത് മാറ്റി ഒരു പാത്രത്തിൽ വയ്ക്കാം. ഇത് ഒരെണ്ണായിട്ടുണ്ട്. നമ്മൾ അടുത്ത ഈർക്കിലും എടുത്തു. ഓരോന്നായിട്ട് പെട്ടെന്ന് ഞാൻ കയറ്റിയാണ്. പെട്ടെന്ന് പണി തീർക്കുക. നമ്മൾ 3ാമത്തെ എടുത്തിട്ടുണ്ട്. ചൂട് സമയത്ത് ഇതും വാട്ടർമെലനും എല്ലാം കഴിക്കാൻ നല്ല സുഖമാണ്. പിന്നെ ഞാൻ ആണെങ്കിൽ ചിക്കൻ കറീൻ്റെ ഒക്കെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ആരെങ്കിലും അത് കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് കാണണേ. 3ാമത്തെ ചെയ്തു. പിന്നെ ഞാൻ നേരത്തെ ഇങ്ങനത്തെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ലേ, നമുക്ക് ചിലപ്പോൾ ഈ മുന്തിരി ചേരത്തില്ലെന്ന്. അപ്പം അതേപോലെ തന്നെ നടന്നു. ഇത് 3 കൂടെ തികഞ്ഞില്ല. നമുക്ക് വേറെ കുറച്ച് ഈർക്കിലും കൂടെ എടുക്കണം. ഞാൻ എടുത്തിട്ട് വരാം. നമ്മൾ വീണ്ടും 3 ഈർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലും കൂടെ നമ്മൾ മുന്തിരി കയറ്റിന് ശേഷം അവസാനം ഞാൻ കാണിച്ചു തരാമേ. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 6 ഈർക്കിലൊക്കെ ചേർക്കാൻ പറ്റിയത്. അപ്പോൾ നമുക്കിനി ബാക്കി എന്താ പണിയെന്ന് വെച്ചാൽ ഇതുകൊണ്ട് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെക്കാം. ഐസ് ആക്കിയതിന് ശേഷം നമുക്ക് ബാക്കി കാര്യം കാണാം.
5 മിനിറ്റ് സമയം മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നിങ്ങൾക്ക് ആവശ്യത്തിനധികം തണുപ്പ് വേണമെങ്കിൽ അത്രയും സമയം വയ്ക്കാം. പിന്നെ നിങ്ങൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ.